തിരിഞ്ഞ് നോക്കണേൽ ആ ആൾ എൻ്റെ വായിലേക്ക് വെച്ച് വന്ന ഒരു ബ്രെഡാണ്. അതിന് മനസ്സും പാകപ്പെട്ടതുകൊണ്ട് വിശപ്പൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നിന്ന നിൽപ്പിൽ എനിക്ക് ഭാര്യയില്ല, നിന്ന നിൽപ്പിൽ എനിക്ക് ഉമ്മയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പിന്നെ ആ ചുരം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്നത്. സമയം അറിയില്ല. ഇപ്പം നമ്മൾ സൂര്യനെ നോക്കിയിട്ടാണ് സമയം നിശ്ചയിക്കുന്നത്. അങ്ങനെ ഞാൻ കോവിഡ് ചെക്ക് ചെയ്ത് അപ്പം അതിൽ പിന്നെ എനിക്ക് കോവിഡൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞങ്ങളൊരു പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അന്നത്തെ സമയത്ത് പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരുമില്ല. ഒരു SLC പോലും ഇല്ലാതെ സമൂഹത്തിൻ്റെ അടിക്ക് പോകുക എന്നുള്ള ഒരു അപകർഷബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവളല്ലാത്തൊരു ഭാര്യയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഈ സ്വപ്നം ആദ്യത്തെ വർഷം തന്നെ ഞാൻ അവസാനിപ്പിച്ച് പോകേണ്ടി വരും. ആദ്യത്തെ സെമസ്റ്ററിൽ ഞങ്ങൾ പരീക്ഷ എഴുതാണ്. പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒഴിച്ച ബാക്കി എല്ലാ വിഷയത്തിലും ഞാൻ പൊട്ടിപ്പോവാണ്. നമ്മളെ സ്വപ്നത്തെ അടക്കി വെക്കേണ്ട കാര്യമില്ല. സ്നേഹവും സഹാനുഭൂതിയുമുള്ള മനുഷ്യർക്ക് വേണ്ടി തിരയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം ആളുകളെ കണ്ടെത്തുക, അത്തരം ആളുകളോട് സംസാരിക്കാൻ കഴിയുക എന്നത് ഈ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയാണ്. അത്തരം ഒരാളോട് മാതിൻ അപ്ഡേറ്റ്സിൽ നമ്മൾ സംസാരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് CH അബ്ബാസ്, മക്കരപ്പറമ്പ് സ്വദേശിയാണ്. മലപ്പുറം യൂത്ത് ലീഗ് അതിൻ്റെ സന്നദ്ധ സേവക സംഘടനയായ വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റനാണ്. എല്ലാത്തിലും ഉപരി ലോ കോളേജിൽ ഞങ്ങളുടെ സഹപാഠിയാണ്. ഞാൻ അദ്ദേഹത്തെ പലർക്കും പല രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകും. സുഹൃത്തുക്കളാകാം, ചിലപ്പോൾ വഴിയരികിൽ കണ്ടിട്ടുണ്ടാകാം, പലയിടങ്ങളിൽ പല വിധത്തിൽ പ്രത്യക്ഷപ്പെടുന്നൊരു മനുഷ്യൻ. ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായ സമയത്ത് ഞങ്ങൾ ക്ലാസ് റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അവിടെ ആ ദുരന്ത ഭൂമിയിൽ സന്നദ്ധ സേവനത്തിൽ ദിവസങ്ങളോളം അവിടുത്തെ മനുഷ്യരോട് ഇടപഴകി, അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, അവിടുത്തെ സഹായങ്ങളിൽ ഏർപ്പെട്ട്, അവിടുത്തെ മനുഷ്യരോട് സംവദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹം അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ക്ലാസ് റൂമിലേക്ക് വരുന്നൊരു സന്ദർഭം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചിരിക്കാൻ പോലും അറിയാത്തൊരാൾ, എപ്പോഴും ഒരു മൂകതയും കണ്ണുകളിൽ വിഷമം കിട്ടി നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു അബ്ബാസ്ക്കെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടില്ല. ചിരിച്ച് കളിച്ച് രസിച്ച് നിൽക്കുന്ന ഒരാളിൽ നിന്ന് മുഖത്ത് വിഷമങ്ങൾ കിട്ടി മാത്രം നിൽക്കുന്ന ഒരാളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ കരുതാണ്. ചൂരൽമലയിലെയും അതേപോലെ മുണ്ടക്കയിലും ദുരന്തം ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഒരുപാട് സന്നദ്ധ സേവക സംഘടനകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സമയം കടന്നുപോയ ആ കാലത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഞാൻ പൊതുവേ എൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് വളരെ പിന്നെ ചിരിച്ചും കളിച്ചും എല്ലാവരോടും ഇങ്ങനെ ഇടപഴകിയൊക്കെയാണ് ഞാൻ ഉണ്ടാവാറുള്ളത്. പക്ഷേ ആ ഒരു ദുരന്തത്തിൽ ഏർപ്പെട്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുകയും പിന്നെ മയ്യത്ത് പരിപാലനമായാലും ശരി, അതല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് ആ ചളിയിലാണ്ട് പോയ മൃതദേഹങ്ങൾ നമ്മൾ എടുക്കുക പോലുള്ള പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമിൽ വന്ന ഒരു ഞാനുണ്ട്. പഴയ പിന്നെ അബ്ബാസിനല്ല നിങ്ങൾ കണ്ടത്. അത് വളരെ സത്യമാണ്. അന്ന് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ട് എന്നെ ഒന്ന് ആദരിക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടായി. ആ സമയത്ത് പിന്നെ അതെൻ്റെ ഒരു ആദ്യത്തെ ചടങ്ങല്ല, എന്നെ ആദരിക്കുന്ന ഒരു ആദ്യത്തെ ചടങ്ങല്ല അത്. എൻ്റെ പാർട്ടിയും പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ആദരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് നിങ്ങൾ തന്ന ആദരത്തിൽ ഞാൻ പിന്നെ പൊട്ടിക്കരയുന്നൊരു സാഹചര്യം ഉണ്ടായി. നന്നായിട്ട് കരഞ്ഞു പറഞ്ഞാൽ നന്നായിട്ട് കരഞ്ഞു. ഞാൻ ആ ദുരന്തത്തിന് ശേഷം ഞാൻ കരഞ്ഞ ഒരു സന്ദർഭം അതാണ്. പക്ഷെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നടന്ന ദുരന്തങ്ങളുടെ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായി. മാത്രമല്ല ഈ ദുരന്തമെല്ലാം കഴിഞ്ഞ് 18 ദിവസം തുടർച്ചയായിട്ട് നമ്മളവിടെ പ്രവർത്തനങ്ങളുമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 18ാമത്തെ ദിവസം അവിടെ ഡാസൽ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പിന്നെ ഈ ദുരന്തത്തിന് ഇരയായ പ്രവാസി സുഹൃത്തുക്കളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇരയായവരുടെ പിന്നെ ബന്ധുക്കൾ. അപ്പോൾ അവരുടെ കൂടെ ഒരു
സൽക്കാരത്തിൽ പങ്കെടുത്ത് അങ്ങനെ കുറേ ആളുകൾ നമ്മളവിടുന്ന് പരിചയപ്പെട്ട കൂട്ടത്തിൽ പല ആളുകളും തലേന്ന് ഫോൺ ചെയ്യാണ്, കുഞ്ഞുമക്കൾക്ക് ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്യുന്നതിനിടയിൽ അവരുടെ പിന്നെ ജേഴ്സി കിട്ടാത്ത പ്രശ്നം, അതുപോലെ അവരുടെ പിന്നെ ഈ ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇങ്ങനെ എടുത്ത് അവരിങ്ങനെ പിന്നെ ആസ്വദിക്കുകയായിരുന്നു വീഡിയോ കോളിൽ. അതിൻ്റെ ഇടയ്ക്കാണ് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. അങ്ങനത്തെ അവസ്ഥകൾ പറയാം. നിന്ന നിൽപ്പിൽ എനിക്ക് ഭാര്യയില്ല, നിന്ന നിൽപ്പിൽ എനിക്ക് ഉമ്മയില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ കുടുംബത്തിലുള്ള 12 പേര് നഷ്ടപ്പെട്ടു എന്നിങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അന്ന് ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞ് പിന്നെ ഈ താമരശ്ശേരി ചുരം ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ വളവ് കഴിഞ്ഞോടുകൂടി തന്നെ നമ്മളെ മനസ്സിലേക്ക് പിന്നെ നാടും ഈ പിന്നെ വയനാടെന്ന ചിന്ത മാറി. അവിടുന്ന് ദുരന്തത്തിൽ ഏർപ്പെടുന്ന സംഗതികളൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് പോയി. നമ്മളെ മനസ്സിൽ പിന്നെ വരുന്ന മുഖങ്ങൾ ഈ പറയപ്പെട്ട അതിൻ്റെ ഏറ്റവും വലിയ ഇന്ന് ജീവിക്കുന്ന ഒരു പിന്നെ പ്രതീകമാണ് നൗഫലൊക്കെ. ആ നൗഫലിനെ പോലെയുള്ള, ഷാഫിയെ പോലെയുള്ള കാരണം കുറേ ആളുകൾ, ചെറുപ്പക്കാർ, നമ്മളൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാർ, അവർ പറഞ്ഞ ആ സംഗതികൾ, പിന്നെ എൻ്റെ ഭാര്യ ഇല്ല എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എൻ്റെ ഉമ്മ ഇല്ല, ഇനി എൻ്റെ ഉപ്പ ഇല്ല, എൻ്റെ മക്കളില്ല, കുഞ്ഞുമക്കളില്ല എന്നിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതോടുകൂടി പിന്നെ ഞാനിങ്ങനെ എൻ്റെ പിന്നെ സ്റ്റേജ് ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട്. സംസാരിക്കാൻ കിട്ടുന്നില്ല, സംസാരിക്കാൻ അറിയുന്നില്ല, ആരും എന്നെ കേൾക്കുന്നില്ല എന്നൊക്കെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പിന്നെ ആ ചുരം ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ചെറുപ്പക്കാരുടെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അന്ന് പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം ആ ഉരുൾപൊട്ടൽ നടന്ന ആ സംഭവത്തിൽ രാവിലെ ആ പ്രഭാതത്തിൽ, അതായത് ഒരു 6 മണിക്കാണ് ഞാൻ ആദ്യ വാർത്ത കേൾക്കുന്നത്. അതിൽ 1-2 ആളുകൾ മരിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 7 മണി 8 മണി ആകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഈ ദുരന്തത്തിൽ പിന്നെ നമ്മളേതായിട്ടുള്ളൊരു സേവനം ചെയ്യണമെന്ന് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂരിനോട്, അതുപോലെ പാണക്കാട് സയ്യിദ് മുനവ്വർ ശാബ്ദങ്ങളോട്, അതുപോലെ പി കെ ഫിറോസ് സാഹിബിനോട്, അതുപോലെ പിന്നെ നമ്മുടെ ഫൈസൽ ബാഫക്കി തങ്ങൾ, ഇവരൊക്കെ ഇതിൻ്റെ നമ്മുടെ ലീഡർഷിപ്പിലുള്ള ആളുകൾ. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമതി നൽകുകയും 10 മണി ആകുന്നതോടുകൂടി നമ്മളെ പിന്നെ അവിടെ നിന്ന് യാത്രയാക്കാൻ, മലപ്പുറത്ത് നിന്ന് യാത്രയാക്കണം, എല്ലാ സർവ്വ സന്നാഹത്തോടു കൂടി നമ്മളെ യാത്രയാക്കി. അങ്ങനെ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഇവിടെയാണ്, നിലമ്പൂർ പോത്തുകല്ലിലാണ്. പക്ഷെ അവിടെ പോലീസിൻ്റെ ഇടപെടൽ സമയം അതിക്രമിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട എന്നുള്ള നിർദ്ദേശം നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഒരു നിമിഷം അവിടെ പാഴാക്കിയില്ല. നേരെ നമ്മൾ പിന്നെ നാടുകാണി വഴി മേപ്പാടിയിലേക്ക് പോവുക ചെയ്ത്. മേപ്പാടിയിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഒരു 3 മണി 4 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്തും അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനനിബിഡമാണ് ആ ടൗണ്. ഒരു വാഹനത്തെയും സൈഡിൽ പാർക്ക് ചെയ്യാനൊന്നും അനുവദിക്കില്ല. കാരണം എപ്പോഴാണ് മൃതദേഹം കിട്ടുന്നത് അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ ആംബുലൻസിനെ മാത്രം വഴിയൊരുക്കിയിരിക്കുന്ന ഒരു പിന്നെ സാഹചര്യമാണ് അപ്പം ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ പിന്നെ ഞങ്ങൾ 16 പേരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. അതിലെ പകുതിയാക്കി പകുതി പേരെ അവിടെ നിർത്തിയിട്ട് കിട്ടുന്ന വണ്ടിക്ക് അവിടേക്ക് പോവുക എന്നുള്ള നിർദ്ദേശം കൊടുത്ത്. അങ്ങനെ ഞാനുണ്ടായിരുന്നത് അന്നത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ. ഇന്നിപ്പോൾ അവിടെ മുണ്ടക്കൈ LP സ്കൂൾ പ്രവർത്തിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഹാളിൽ മൃതദേഹങ്ങൾ വരുന്നു, പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ മൃതദേഹങ്ങൾ വരുന്നു. ആ വന്ന മൃതദേഹത്തെ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്ന രീതിയിലേക്ക് മുഖം എൻ്റെ പുടവ മാറ്റി കൊടുത്ത് മുഖം കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ അവർ പറയുന്നൊരു മാർക്ക് ഉണ്ടാവും, അവർക്ക് അത്ര പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉണ്ടാവും, ആ മാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരു ആഭരണം ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. വേറെ മുഖത്തെ കാര്യങ്ങളോ പല ആളുകൾക്കും, എന്നാൽ 1-2 ആളുകൾ അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പല ആളുകൾക്കും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കുടുംബത്തിലിപ്പോൾ പിന്നെ മിനിമം ഒരു മൂത്താപ്പ എളാപ്പ അങ്ങനെയുള്ള ആളുകളെങ്കിലും മക്കളെങ്കിലും ജീവിച്ചാലേ എന്നെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. എൻ്റെ അതായത് എൻ്റെ വീട്ടുകാർ പോയി, പിന്നുള്ളത് ഞാൻ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അറിയില്ല. എന്നെ അത്രയേറെ പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ അത്ര പരിചയമുള്ള ആളുകൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ആഭരണങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അത് അന്ന് രാത്രി 1 മണി വരെ നമുക്ക് ഇത് തന്നെ ആയിരുന്നു പരിപാടി. പിന്നെ പിറ്റേന്ന് രാവിലെ 6 മണിക്ക്, അതായത് മുണ്ടക്കൈയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് 6 മണിക്ക് പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ മറികടന്ന് പോകണം. പോലീസ് സമ്മതിക്കില്ല, അത് പോലീസിൻ്റെ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്തി ഇത് പിന്നെ നമ്മളേതായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ വേണമെന്ന്
അത് ഒരു ആത്മീയ നിയത്തോടു കൂടിയാണല്ലോ നമ്മളിതൊക്കെ പ്രവർത്തിക്കുന്നതും പുറപ്പെടുന്നതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാവിലെ 6 മണിക്ക് ഞങ്ങൾ എണീറ്റ് അസംബ്ലി കൂടി ഒരു ചായ ഒരു ബിസ്ക്കറ്റും മാത്രം കഴിച്ചിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റും കടന്ന് പോകണം. അങ്ങനെ നമ്മൾ പിന്നെ ചൂരൽമലയിലേക്ക് എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പേ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് 2 കിലോമീറ്റർ നടക്കണം ഈ ബെയിലി പാലത്തിൻ്റെ അടുത്തേക്ക്. ബെയിലി പാലം വരാത്ത സമയമാണ്, ഫസ്റ്റ് ദിവസമാണ്. അങ്ങനെ ബെയിലി പാലം കടന്ന് നമ്മൾ പിന്നെ എന്താ പറയുക മുണ്ടക്കയിലേക്ക് 2.5 കിലോമീറ്റർ നമുക്ക് നടക്കണം, കുത്തനെ നടക്കണം. അവിടെ നിന്നാണ് പിന്നെയും മുകളിലേക്ക് പോകണം, പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ മുണ്ടക്കയിലേക്കാണ് എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ നമ്മൾ അതായത് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും മാത്രം ഒന്ന് കഴിച്ചിട്ടുള്ളൂ. ഇതെങ്ങനെയും അവിടെ എത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ ഞങ്ങളെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം നമ്മളിത് അവിടെ എത്തി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ള ഒരു അങ്ങനെ അവിടെ എത്തി. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ വൈറ്റ് കാർഡൊക്കെ എല്ലാ പോസ്റ്ററിലും കാണുന്ന ഒരു മയ്യത്ത് കൊണ്ടുവരുന്ന ഒരു പോസ്റ്ററുണ്ട്, ഒരു ചിത്രമുണ്ട്. ആ ചിത്രം അത് നമ്മൾ പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് പാളികളും അതുപോലത്തെ മേൽക്കൂരൻ്റെ ഷീറ്റൊക്കെ അങ്ങനെ അവിടെ എല്ലാ സംഘടനകളും ഉണ്ട്. ഒരു സംഘടന നല്ല SYസിൻ്റെ സാന്ത്വനം ടീമുണ്ട്, അതുപോലെ SK7 വിക്കായുണ്ട്, പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ DYP, മറ്റേ കോൺഗ്രസിൻ്റെ, അങ്ങനെ എല്ലാ പാർട്ടികളും ഉണ്ട്. ഇന്ന ഒരു ഇതൊന്നുമില്ല. എല്ലാ പാർട്ടികളും സജീവമായി തോള് ചേർന്നിട്ടാണ് പിന്നെ ഈ പ്രവൃത്തിയൊക്കെ നമ്മൾ അവിടെ നടത്തിയത്. അതിൽ ഏറ്റവും അന്നത്തെ ഒന്നാമത്തെ ദിവസത്തെ ഒരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു 6 മണിക്കാണ് നമ്മൾ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വെള്ളം കിട്ടാനൊന്നും നിവൃത്തിയില്ല, കാരണം പാലം കടന്ന് പോകണ്ടേ. അപ്പോൾ അന്ന് നമ്മൾ ചെളിയിലിരുന്ന് കൊണ്ട് അന്ന് റിപ്പോർട്ട് ചാനലിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. വളണ്ടിയർമാർ ചെളിക്ക് പുറത്ത് നിന്നിട്ട് ബ്രെഡ് തിന്നണ ആ ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥ തന്നെ. കാരണം എന്താ വെച്ചാൽ അതിൽ ആ വീഡിയോയിൽ കാണുന്നത് പിന്നെ ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു ടീമാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ചെളി ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അവിടുന്ന് പിന്നെ കോൺക്രീറ്റിൻ്റെ പാളികൾ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂമിലേക്ക് ചളി ചാടാൻ പാടില്ല. അപ്പോൾ അത് നമ്മളിതിങ്ങനെ കൈക്കോട്ടുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇങ്ങോട്ട് വലിച്ചിടണം, അവിടുന്ന് പിന്നെ വേറെ ടീം ഇങ്ങനെ വലിച്ചിടണം, അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എവിടുന്നോ ഒരു ബ്രെഡിൻ്റെ ഒരു മണം കിട്ടിയ സമയത്ത് നമ്മൾ വെറുതെ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയതാണ്. ആ തിരിഞ്ഞ് നോക്കണേൽ ആ ആൾ എൻ്റെ വായിലേക്ക് വെച്ച് വന്ന ഒരു ബ്രെഡാണത്. ആ സമയം എന്ന് പറഞ്ഞാൽ സൂര്യനെ നമ്മൾ സമയം നോക്കാൻ നമുക്ക് ഉപാധികളൊന്നുമില്ല, സംഗതികളൊന്നുമില്ല, ഒരു വസ്തുവില്ല. ഫോണ് നമ്മൾ ഉള്ളിലാണ് വെക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫോൺ റൂമിലാണ് വെക്കൽ. ബാക്കിയുള്ള വളണ്ടിയേഴ്സൊക്കെ ഫോൺ ഇങ്ങനെ കവറിലാക്കിയിട്ട് അത് കാണില്ല. അപ്പോൾ സമയം അറിയില്ല. അപ്പം നമ്മൾ സൂര്യനെ നോക്കിയിട്ടാണ് സമയം നിശ്ചയിക്കുന്നത്. സൂര്യൻ പിന്നെ പടിഞ്ഞാറ്റോർക്ക് ചാഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഒരു 3 മണി ആ ഒരു സമയമാണ് നമ്മൾ കണക്കാക്കുന്നത്. 3 മണിക്കാണ് നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഒരു കഷ്ണം കിട്ടുന്നത്. അത് തന്ന പിന്നെ സംഘടകൻ്റെ ആരാന്നോ നമുക്കറിയില്ല. നമ്മൾ ആ ഒരു ബാക്കിലോട്ട് കൊതിയോട് കൂടിയുള്ള നോട്ടാണ്. ആ നോട്ടത്തിൽ നിന്ന് അവന് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്, ഒരു വിശക്കുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ വെച്ച് തന്ന ആ ബ്രെഡ് പിന്നെ സ്വാഭാവികമായും ഒരു ബ്രെഡ് പിന്നെ വായിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് പിന്നെ ഒരു വല്ലാത്തൊരു ചമർപ്പക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് വെള്ളം കുടിക്കലാണ് അതിനൊരു പരിഹാരം. പിന്നെ വെള്ളം കിട്ടുന്നത് നമുക്ക് പിന്നെ വൈകുന്നേരം നമുക്ക് തിരിച്ചിറങ്ങാം. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരോടും ഇറങ്ങാൻ പറയും. കാരണം നേരത്തെ ഇരുട്ട് വീഴും, പിന്നെ മഴ അങ്ങനെ അപകടങ്ങൾ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങാൻ പറയും. അങ്ങനെ 5:30 മണിക്ക് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ മുണ്ടക്കൈ ഒരു LP സ്കൂളുണ്ട്. അവിടെ ഒരു വെള്ളക്കുപ്പി ഇതുപോലത്തെ ഒരു പിന്നെ ചെറിയൊരു മതിലുമേ വെച്ചിട്ടുണ്ട്. ആ വെള്ളക്കുപ്പിയാണ് പിന്നെ നമുക്ക് ഇതിന് ശേഷം കിട്ടണത്. ഈ രാവിലത്തെ കട്ടൻ ചായയും പിന്നെ ഈ ഒരു ബ്രെഡിൻ്റെ കഷ്ണവും പിന്നെ ഈ ഒരു 5:30 മണിക്ക് കിട്ടുന്ന ഒരു തുള്ളി വെള്ളവും, അതാണ് ഒരു ദിവസത്തെ. പക്ഷെ വിശപ്പ് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല. കാരണം നമ്മളെല്ലാ ചിന്തയും ഇതിലേക്കാണ്. ഇതിൽ നിന്ന് ഒരാൾ കിട്ടും, ഓരോ തൊണ്ടിൽ നിന്ന് ഇതിൽ നിന്ന് ഒരാൾ കിട്ടും എന്നുള്ള ആ ഒരു മനസ്സും പാകപ്പെട്ടതുകൊണ്ട് കൂടി വിശപ്പൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ അതങ്ങനെയൊക്കെയാണ് അന്നത്തെ സാഹചര്യങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പലരും തയ്യാറാവാത്തൊരു കാലമാണത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ളൊരു പ്രചോദനം? എന്താണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പെടുന്നത്? നമ്മളിപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ചുണ്ട്. ഈ കാലയളവിൽ ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി നിങ്ങളിത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സാധാരണ ഒരാളെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയാവുന്ന, പക്ഷേ പലർക്കും ഇല്ലാതെ പോകുന്നൊരു സംഗതിയാണ്. നമ്മൾ ഈ 2018 നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു രംഗത്തേക്ക് വരുന്നത്, വൈറ്റ് ഗാർഡ് എന്നുള്ളൊരു സംഗതിയായിട്ട് വരുന്നത്. അന്ന് പിന്നെ തെക്കൻ ജില്ലയിലുണ്ടായ പ്രളയത്തിൽ വളരെ സജീവമായിട്ട് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിലമ്പൂർ കവളപ്പാറ ദുരന്തത്തിൽ നമ്മൾ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്.
എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ദിവസങ്ങൾ കമ്മ്യൂണിറ്റി ആ രോഗികളുടെ കൂടെ അവർക്ക് കൂട്ട് നിൽക്കാൻ പോയിട്ട് അവിടുന്ന് ക്ലാസ് അറ്റൻഡ് അതെ, അതിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പിന്നെ എക്സാം വിളിച്ച സമയത്ത് ഞാൻ പിന്നെ ഈ കോവിഡ് പഞ്ചായത്തിൻ്റെ ഡിസീസ് സെൻ്റർ ഉണ്ട്, അതിലൊരു 80 ദിവസം ഞാൻ കോവിഡ് രോഗികളുടെ കൂടെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഞാൻ മാത്രമേ ശരാശരി ഒരു 20 രോഗികൾ പിന്നെ എല്ലായ്പ്പോഴും 20-25 രോഗികൾ എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാവും. അവർക്ക് വേണ്ട ഭക്ഷണം, അവരുടെ ബാത്റൂം ക്ലീനാക്കുക, അവരുടെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, മരുന്ന് വെച്ച് കൊടുക്കുക, മരുന്ന് പിന്നെ ഓക്സിജൻ്റെ അളവ് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് വളരെ കൃത്യമായി. പക്ഷേ പിന്നെ അള്ളാൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ കൂടെ ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. അത്രയും ദിവസം കഴിഞ്ഞിട്ട് 50 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പഞ്ചായത്ത് സെക്രട്ടറി കോവിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോവിഡ് ചെക്ക് ചെയ്ത് അപ്പം അതിൽ പിന്നെ എനിക്ക് കോവിഡൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്രയും കൂടെ അവരുടെ കൂടെ നിന്നിട്ട് ഉണ്ടായില്ല. അത് പഠിച്ചവൻ കൂടെ ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല കോവിഡ് എനിക്ക്. ഇനി നമുക്ക് പഠനത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു 39 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 വർഷം മുമ്പ് +2 സാക്ഷരത എഴുതിയെടുക്കുന്നു, അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതുന്നു, LLBക്ക് വരുന്നു. ഈ ഒരു യാത്രനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതായത് ഞാൻ പിന്നെ എൻ്റെ ഒരു വിദ്യാഭ്യാസം 2005 കൂടി SSLC ഞാൻ അവസാനിപ്പിച്ചു. ഞാൻ ഓർഫനേജിലായിരുന്നു എൻ്റെ ബാല്യം ഉണ്ടായിരുന്നത്. പടിഞ്ഞാറ്റുമുറി സാലിം മൗലവിയുടെ ഓർഫനേജിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ വീട്ടിലെ പരാതി എന്ന് പറഞ്ഞാൽ പിന്നെ 5 പെൺമക്കളാണ്, 2 ആൺമക്കളാണ്. പിന്നെ വാപ്പക്ക് വേറെയും 2 ഭാര്യമാരുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 ഭാര്യമാരാണ്. എന്നിരുന്നാൽ ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയും പിന്നെ എല്ലാ നിലക്കും സഹകരിച്ചു കൊണ്ടും 3 വീടുകളിലാണെങ്കിലും എല്ലാ നിലക്കും സഹകരിച്ചും വളരെ ഒറ്റ വീട് എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ ഇന്നോളം പോയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ തൗഫീഖ് കിട്ടട്ടെ. പിന്നെ അതായത് നമ്മൾ ബാല്യത്തിൽ ഈ പെൺമക്കൾ 5 എണ്ണം ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. പാടത്ത് നെല്ലുണ്ടാക്കും, പിന്നെ വാപ്പ പിന്നെ കന്നുകൂട്ടും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ നെല്ല് കൊഴിയുന്ന കാലത്തും വിതക്കണ കാലത്തുമൊക്കെ ഞങ്ങളും സഹകരിച്ചു കൊടുക്കും. ഞങ്ങൾ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ പശുക്കളുണ്ടായിരുന്നു, 2-3 പശുക്കൾ എല്ലായ്പ്പോഴും ഞങ്ങൾ വാപ്പാറായിട്ടുള്ള പാരമ്പര്യമായിട്ട് ഞങ്ങൾ നിലനിർത്തി പോകുന്ന സംഗതിയാണ്. അപ്പോൾ ഈ പശുവിൻ്റെ പാല് വിറ്റിട്ടും കൂടിയാണ് ഞങ്ങൾ പ്രധാന വരുമാനം. അതിൽ മൂത്തതൊക്കെ പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ പാല് കൊണ്ട് കൊടുക്കും. അങ്ങനെ അവസാനത്തിൽ എൻ്റെ ഊഴാണ്. അതായത് പെൺകുട്ടികളെ പിന്നെ പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ പുറത്തേക്ക് അങ്ങനെ വിടൂലല്ലോ, നിയന്ത്രണങ്ങൾ വരും. അപ്പോൾ പിന്നെ ഉള്ളത് അതായത് എൻ്റെ തൊട്ട് മുകളിലുള്ള ആളുടെ SSLC കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് എനിക്കാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ സലിമുലിയുടെ അടുത്ത് വന്ന് കണ്ടു ഉമ്മ പറയാണ് അവനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സലിം അത് തടഞ്ഞു വെച്ച് അടുത്ത ആഴ്ച ഒന്ന് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് അടുത്ത ആഴ്ച വരികയെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച ആലോചിച്ച് ഉമ്മാക്ക് ആലോചന ഒന്നേ ഉള്ളൂ, അവനെ കൊണ്ടുപോകണം, പുല്ലരിയണം, പിന്നെ പശുവിനെ കൃത്യമായിട്ട് പരിപാലിക്കണം. പക്ഷെ ഞാൻ പരിപാലിക്കില്ല, പക്ഷേ പുല്ലരിയിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പാൽ കൊണ്ട് കൊടുക്കലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ തീരുമാനം എടുത്ത് കൊണ്ടുപോകാൻ തന്നെ അങ്ങനെ ഈ ആവശ്യം പറഞ്ഞു. അപ്പോൾ സലിമുലിയർ മനസ്സോടെ ഞാൻ അത്ര മിടുക്കനായിട്ട് പഠിക്കും എന്ന് സലിമുലിയർ പറഞ്ഞിട്ടില്ല. എനിക്കങ്ങനെ അഭിപ്രായമില്ല, പക്ഷേ ആവറേജ് ആയിട്ടൊക്കെ പഠിക്കും. അതുകൊണ്ട് തന്നെ അവൻ പഠിക്കാൻ മോശമൊന്നുമില്ല, അവൻ വെറുതെ ഇപ്പം കൊണ്ടുപോകണ്ട. അപ്പോൾ പിന്നെ കൊണ്ടുപോയാൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവനത് ഏത് നിലക്ക് അത് എടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഉമ്മ എൻ്റെ വിദ്യാഭ്യാസത്തെ പിന്നെ പാതി വഴിയിൽ മുറിച്ചതാണ്. അപ്പോൾ ആ ഒരു വിഷമം ഉമ്മാനെ സംബന്ധിച്ചുള്ള ഉമ്മാക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ ഈ സാമ്പത്തിക പ്രയാസങ്ങളും അതല്ലെങ്കിൽ അവനെ എങ്ങനെ പഠിച്ചു ഇതൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന സമയത്തും ആ ഒരു ചോദ്യത്തും അവസാനിപ്പിക്കും ഉമ്മ. കാരണം ഉമ്മ തന്നെ പറയലുണ്ട്, ഇനി ഞാനായിട്ട് തന്നെ കൊടുന്ന് എൻ്റെ ഇത് മുടക്കിയതല്ലേ, ഇനി എന്താ പറയുക, ഇനി ആ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പ്രയാസമൊക്കെ വരും. അതുപോലെ തന്നെ നമുക്ക് അത്രയും പിന്നെ അതായത് ക്ലാസ് റൂം ഇങ്ങനെ തന്നെ. പിന്നെ അതിൻ്റെ അടിയിൽ വൈകുന്നേരത്തെ ഒരു ഗ്രൗണ്ട്, നല്ല ഈ ഓർഫനേജ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണല്ലോ.
നന്നായിട്ട് ആസ്വദിക്കേണ്ട ഒരു ഇടാണ് ഈ ഓർഫനേജ് ജീവിതം. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എനിക്കറിയില്ല ഞാനും നിങ്ങൾ തമ്മിൽ ഒരു കോളേജിലാണ്, ഞാനും നന്നായിട്ട് കോളേജ് ആസ്വദിക്കുന്നുണ്ട്. അത് ഞാൻ ചെല്ലുന്നിട്ട് ഞാൻ ആസ്വദിക്കും, അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഈ ഓർഫനേജിൽ നിന്ന് പിന്നെ പോരില്ലാതെ നിവൃത്തിയില്ല അങ്ങനെ പോകുന്നു. അതായത് ഇങ്ങനെ ക്ലാസ് റൂമും പിന്നെ റൂമും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാനൊരു മുഴുവൻ ഫ്രീഡത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളല്ല, അതിൻ്റേതായിട്ടുള്ള ഒരു എൻ്റെ ജീവിതത്തിൽ വന്നു കയറിയപ്പോൾ ഞാനൊന്ന് സ്വാഭാവികമായിട്ടും ഞാൻ നന്നായിട്ട് ഫ്രീഡം എടുത്ത് പിന്നെ കച്ചറ എന്ന് അത്തരത്തിൽ പോകാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് ഉഴപ്പി. ആ ഉഴപ്പൽ SSLC ഫെയിലായി. 2005 കൂടി ഞാൻ SSLC കാലം കഴിഞ്ഞു. പിന്നെ essay ഒന്നും എഴുതാൻ പോയില്ല. പിന്നെ 2017 ഞാൻ പിന്നെ പഠിക്കണം എന്ന് എനിക്ക് വീണ്ടും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മക്കളായിട്ട്. 2014 ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2014 ഇന്നത്തെ സർക്കാർ വരുന്ന അന്നാണ് എൻ്റെ നിക്കാഹ്. അന്നത്തെ നരേന്ദ്രമോദി സർക്കാർ വരുന്ന അന്നാണ് എൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നത് 2014. അപ്പോൾ 2014 അങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ 2017 പിന്നെ ഞാൻ SSLC എഴുതണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് SSLCയിലേക്ക് പിന്നെ ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, ഭാര്യയാണോ അതോ? അതായത് ഭാര്യൻ്റെ കാര്യം ഞാൻ പറയാം. പക്ഷെ അന്നത്തെ സമയത്ത് പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരുമില്ല. അന്ന് ഞാൻ തന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ഇത് വേണം, അല്ലാതെ ഒരു SSLC പോലും ഇല്ലാതെ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് പോകാമെന്നുള്ള ഒരു അപകർഷാബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ആ SSLC പിന്നെ ഞാൻ 2018 പിന്നെ പിന്നെ എന്താ പറയുക +1 എഴുതി, +2 ഇതൊക്കെ തുല്യത തന്നെയാണ് എഴുതിയത്. കേരള സിലബസ് തുല്യത, സാക്ഷരതയുടെ തുല്യത എഴുതി. പിന്നെ അങ്ങനെ +2 ഒക്കെ പാസ്സായി. പിന്നെ അതിൻ്റെ ഇടയിൽ 2020 ഞാൻ സംഘടനയിൽ നിന്ന് ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മണ്ഡലം പ്രസിഡൻറ്റിന് ലീവ് ലെറ്ററൊക്കെ കൊടുത്തു. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് പാർട്ടിയിലൊരു വിഷയം ഉണ്ടായപ്പോൾ സസ്പെൻഷനുമായി. ഏതായിരുന്നാലും പിന്നെ വൈദ്യം കൽപ്പിച്ചതും എല്ലാം ഒന്നായി. പിന്നെ അതായത് ഞാൻ ലീവ് എടുത്തിട്ട് പിന്നെ ഞാൻ എൻട്രൻസിലേക്ക് തിരിഞ്ഞ സമയത്താണ് ഈ കോവിഡ് ദുരന്തത്തിൻ്റെ സമയമായത്. അപ്പോൾ പിന്നെ ആ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുതിർന്നു. പക്ഷെ ഞാൻ ഫീൽഡിൽ അത്രത്തോളം വർക്ക് എടുത്തില്ല. അതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്തു, നമ്മളെ പിന്നെ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ DCCയിൽ, അതായത് പഞ്ചായത്തിൻ്റെ കോവിഡ് സെൻറ്ററിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു. പിന്നെ മാത്രമല്ല ഈ പിന്നെ മയ്യത്ത് മറമാടുന്ന സമയത്ത് നമ്മൾ പോവും. അന്ന് കുളിപ്പിക്കുക എന്നുള്ള സംഭവമൊക്കെ ഒരു കേസാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ കുറേയൊക്കെ കണ്ണടിച്ച് പിന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുളിപ്പിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഇനി ഒരു നിലക്കും കുളിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറം ചെയ്തിട്ടെങ്കിലും അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങും. അതായത് ഇപ്പോൾ +2 തുല്യത എഴുതിയെടുത്തതിന് ശേഷം വേറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് LLBയിലേക്ക് വന്നിട്ടുണ്ടാവുക? അതായത് +2 പിന്നെ തുടങ്ങുന്നതോടുകൂടി ഞാൻ പിന്നെ ചിന്ത ആരംഭിച്ചു. +2 ഫുള്ളാക്കണമല്ലോ, ഇനി എന്താണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിഷയം +2 എഴുതുന്നതും പിന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ പറയുന്നത് പിന്നെ എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു ഇന്നത്തെ മക്രമ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് നൗമാൻ ഷിബിലി എന്ന് പറയും. അതിൻ്റെ ഒരു ഫാമിലി മെമ്പറുമാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളോടാണ്. പിന്നെ അദ്ദേഹമാണ് പിന്നെ അത് ഫുള്ളാക്കാനും പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അവസരങ്ങളൊക്കെ പറഞ്ഞു തന്നു. LLB എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പഠിക്കണമെന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് മൂപ്പര്. പിന്നെ ഞാനായിട്ട് പിന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തെടുത്ത ഒരു സാധനമാണ് ഈ LLB. പക്ഷേ ഈ LLBക്ക് പിന്നെ ഞാൻ എത്തുന്ന സമയത്തും ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം ഇന്നുള്ള 8 വർഷമാണ് എൻ്റെ വിദ്യാഭ്യാസ കാലാവധി. ഈ വിദ്യാഭ്യാസ കാലാവധിയിൽ ഞാൻ ശനി ഞായർ ദിവസങ്ങളിലുള്ള ഒട്ടുമിക്ക എൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണം, എൻ്റെ കുടുംബത്തിലെ കല്യാണം, എൻ്റെ നാട്ടിലുള്ള കല്യാണം, അങ്ങനെ എല്ലാ സർവ്വ കല്യാണത്തിൻ്റെ ആൽബങ്ങളിൽ നിന്നും ഞാൻ പുറത്താണ് ഈ 8 വർഷമായിട്ട്. ഈ ശനി ഞായറുള്ള കല്യാണം ഉണ്ടാവുക, ആ സമയത്താണ് എൻ്റെ ക്ലാസ് എടുക്കുക. പിന്നെ എൻട്രൻസിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എനിക്ക് അധികം കിട്ടിയില്ല. ഞാൻ പെരിന്തൽമണ്ണ ഒരു ലീഡ് അക്കാഡമിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മലപ്പുറത്ത് കെൻസ് അക്കാഡമിയിൽ പോയിട്ടുണ്ടായിരുന്നു. കെൻസ് അക്കാഡമിയിൽ ഒരു ദിവസം ഞാൻ വന്നു, പിന്നെ 2 ദിവസം ഞാൻ ലീവ് ചെയ്തു. 3-ാമത്തെ ദിവസം ഈ ലോക്ക്ഡൗൺ കൊണ്ട് പൂട്ടേണ്ടി വന്നു. അതാണ് എനിക്ക് കിട്ടിയൊരു എൻട്രൻസ്. പിന്നെ പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മാനേജ്മെൻറ്റ് സീറ്റിൽ ഞാൻ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതെന്താണ് ഈ LLBൻ്റെ മേഖല എന്താണെന്നുള്ള യാതൊരു പിടിയില്ലാത്തത് കൊണ്ട് ഈ എൻട്രൻസും കൂടെ ഒന്ന് നമ്മൾ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ പഠന കാലയളവ് നമ്മൾ ആരോടും പറയാതെ ഇപ്പം ഇന്ന് ഈ ഞാൻ ലാസ്റ്റ് സെമസ്റ്ററിലാണ് നിൽക്കുന്നത്. ഇതുവരെ ഞാൻ പല ആളുകളോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം കോളേജിൽ നിന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഇതാരും പറയരുതെന്ന് പറയും. അത് പറയരുതെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ടൈൽസ് പണിക്കാരനാണ്. ഈ ടൈൽസ് പണിക്കാരെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വർക്ക് തരില്ല. ഈ വർക്ക് തുടരെയുള്ള പണികൾ തരില്ല. നമുക്ക് ശനി ഞായറേ പോകാൻ പറ്റുള്ളൂ. ശനി ഞായർ നമുക്ക് പോകാൻ പറ്റുള്ളൂ, ഒഴിവുള്ള അന്നേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പിന്നെ അത്രയും ദിവസം എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമെങ്കിലും ഉത്തരം നമ്മൾ കൊടുക്കാറില്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നാണ് പറയും. പക്ഷെ ഇത് പിന്നെ നമ്മൾ പഠിക്കാൻ പോയി തുടങ്ങി എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് കിട്ടില്ല. ഈ വർക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഈ 5 പേരിൽ കിട്ടിയത് വേണം ഫീസ് എടുക്കാൻ, കുടുംബം നോക്കാൻ, എൻ്റെ പിന്നെ ദൈനംദിന യാത്രകൾക്ക്, അതുപോലെ പിന്നെ മറ്റെല്ലാ ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പോക്കറ്റ് മണി എല്ലാം ഈ ഒരു ഞാൻ പണിയെടുത്താൽ മാത്രമേ കിട്ടുന്ന എനിക്ക് ഫിനാൻഷ്യലി ഒരു സെറ്റപ്പ് ഒന്നും ബാക്ക്ഗ്രൗണ്ടായിട്ടില്ല. അപ്പോൾ കൂലിപ്പണി ടൈൽസ് പണി നിന്ന് പോകരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇതാരോടും പറയാണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ആദ്യത്തെ 2 വർഷമൊക്കെ അങ്ങനെ ആരും അറിയാതൊക്കെ നിന്നു. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ ഈ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഏറെക്കുറെയൊക്കെ അറിയാൻ തുടങ്ങി. ഈ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞോട് കൂടി തന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അതിൻ്റെ ഒരു പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം വർക്ക് കിട്ടില്ല, അവന് പണി കൊടുക്കണ്ട, അവന് പഠിക്കാൻ പോകണം, അവനെ കിട്ടില്ല. ആ ഒരു രീതിയിലാണ് എല്ലാവരും കാണുന്നത്. അത് വല്ലാത്തൊരു വിഷമമാണ്. നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിലും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഇടയിലും നാട്ടിലെ ഇടയിലൊക്കെ ആ ഒരു സംസാരമുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഒരു അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഓനെ കിട്ടില്ല. അതായത് അവനവൻ്റെ വീട് ആണല്ലോ അവനവന് വേണ്ടത്. അപ്പോൾ അവർക്ക് പണിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, വേറെ ആളെ ഓപ്ഷൻ അതാണ്. അല്ല, ഇപ്പോൾ കുറേ പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പോഴൊക്കെ ഞാൻ ആരെങ്കിലും ഒരാൾ കൂടെ വേണ്ടി, അറ്റ്ലീസ്റ്റ് ഭാര്യയെങ്കിലും, ഞാൻ വീട്ടിലേക്ക് കറക്റ്റ് പൈസ എത്തിയില്ലെങ്കിൽ പരിഭവപ്പെടുന്ന ആൾ ഭാര്യയായിരിക്കും. അല്ലെങ്കിൽ മക്കൾക്ക് കളിപ്പാട്ടങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പരിഭവങ്ങളുണ്ടാവും. ഈ പരിഭവങ്ങളൊക്കെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുണ്ടാവും? അതിപ്പോൾ ഈ പ്രായത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനിറങ്ങാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബാധ്യതകളായിരിക്കും, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളായിരിക്കും. അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതായത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് വാക്കിൽ പിന്നെ അത് നിങ്ങളോട് പറയാൻ കഴിയാത്ത രീതിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും പിന്തുണ നൽകുന്നത് എൻ്റെ ജ്യേഷ്ഠനും പിന്നെ എൻ്റെ ജോലിയുള്ളൊരു പെങ്ങളുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അത് വല്ലാതെ എൻ്റെ എല്ലാം അറിയണത് ഭാര്യയാണ്. പക്ഷേ ഭാര്യ എന്നോട് പറയും, ഭാര്യയ്ക്ക് എന്തായാലും ഇത് മുന്നോട്ട് പോകണ്ടേ, ജീവിതമല്ലേ മുന്നോട്ട് പോകണ്ടേ, പഠനം മാത്രം പോയാൽ പോരല്ലോ. മറ്റു മക്കൾക്കൊക്കെ കിട്ടുന്നത് എൻ്റെ മക്കൾക്ക് കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ മക്കളോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഉപ്പാൻ്റെ പഠിത്തം എന്തായെന്ന് മാത്രമേ ചോദിക്കലുള്ളൂ. ഒരു പരാതി ഇതുവരെ മക്കൾ പറഞ്ഞിട്ടില്ല. എന്താ പഠിച്ചാൽ കൊടുത്തൊരു പക്വതാണോ എന്തോന്നറിയില്ല. ഈ മക്കൾക്കിടയിലും എൻ്റെ ഇടയിലും തമ്പുരാൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണോ എന്താണെന്നറിയില്ല. മക്കൾ വല്ലാതെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ പുറകെ കൂടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് എൻ്റെ പിന്നെ അതായത് അറിയാലോ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 5 വർഷം പോവാന്ന് പറഞ്ഞാൽ അവരുടെ യാത്ര, അവരുടെ സ്വപ്നങ്ങൾ, അവർ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുക, അവരാഗ്രഹിക്കുന്ന രീതിക്ക് പിന്നെ സംസാരിക്കാൻ കൂടെ ഉണ്ടാവുക, അങ്ങനെയൊന്നും ഞങ്ങൾക്കിടയിൽ ഈ 5 വർഷത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ അവൾ തരണം ചെയ്തു, അവൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നും മാത്രമല്ല വല്ലാതെ കൂടെ നിന്നു എന്നുള്ളതാണ്. എൻ്റെ സത്യത്തിൽ അവളല്ലാത്തൊരു ഭാര്യയായിരുന്നു ഞാൻ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഈ സ്വപ്നം ആദ്യത്തെ വർഷം തന്നെ ഞാൻ അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. അവളല്ലായിരുന്നു എങ്കിൽ പിന്നെ ഞാൻ ഈ സ്വപ്നം അവസാനിപ്പിച്ച് പോകേണ്ട ഗതിയാണ്. നമ്മൾ 5 വർഷം പൂർത്തിയാവാണ് LLB പഠനം, BBA LLB ആണ് നമ്മൾ പഠിച്ചത്. ഈ അക്കാഡമിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമ്മൾ 2005 പഠനം അവസാനിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് തുല്യത എഴുതി SSLC എടുത്തു, +1 +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഗ്രാഫ് ആവില്ല നമ്മൾ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു, അത് ആവറേജ് സ്റ്റുഡൻ്റാണ് നിങ്ങൾ പറഞ്ഞു.
അപ്പം അങ്ങനത്തെ ഒരാൾ ഒരു 5 വർഷം 10 സെമസ്റ്റർ 60-ലധികം പേപ്പറുകൾ പ്രൊജക്റ്റ് ഇൻറ്റേൺഷിപ്പ് അങ്ങനെ വലിയൊരു കടമ്പകളിലൂടെ കടന്നു പോവാണ്. ഇതെങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഇതെങ്ങനെയാണ് നിങ്ങൾ? അതായത് നമ്മൾ കയറുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ സക്കീർ സാർ. സക്കീർ സാറിൻ്റെ ഉപദേശം തുടർന്നുള്ള പിന്നെ എൻ്റെ പഠനത്തിലേക്ക് വളരെ നന്നായിട്ട് പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ സെമസ്റ്ററിൻ്റെ തുടക്കകാലത്ത് സക്കീർ സാറിൻ്റെ അല്ലായിരുന്നല്ലോ പിന്നീട് നമുക്കുണ്ടായിരുന്ന സക്കീർ സാർ. ആ സക്കീർ സാറിൻ്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ പഠനത്തിലൊക്കെ. ഒരു ഫസ്റ്റിലെ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പരീക്ഷ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയല്ലേ, ആദ്യമായിട്ടുള്ള ഒരു തലക്കും പരിചയമല്ല. 14 വർഷമായിട്ട് ഞാൻ പേന എടുത്തിട്ടില്ല. ഞായറാഴ്ചകളിൽ മാത്രമേ. ഈ ഞായറാഴ്ചകളിൽ ഈ മറ്റേ സാക്ഷരതാ മിഷൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ സ്വയം സഹായമാണ്. അത് നമ്മൾ വായിച്ചാൽ തന്നെ അത് കൃത്യമായിട്ട് എഴുതാൻ കഴിയും, സിമ്പിളാണ്. പക്ഷേ ഇത് പിന്നെ ആദ്യത്തെ സെമസ്റ്ററിൽ ഞങ്ങൾ പരീക്ഷ എഴുതാണ്. പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒഴിച്ച ബാക്കി എല്ലാ വിഷയത്തിലും ഞാൻ പൊട്ടിപ്പോവാണ്. 6 പേപ്പറിൽ 5 പേപ്പറും എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ സെമസ്റ്ററിലും പിന്നെ 4 പേപ്പർ എനിക്ക് പോവുകയാണ്. ആദ്യത്തെ സെമസ്റ്റർ 1 പോയി, 1 കിട്ടി. രണ്ടാമത്തെ സെമസ്റ്ററിൽ 2 കിട്ടി. പിന്നെയാണ് നമ്മളിതിങ്ങനെ ട്രാക്കിലേക്ക് കയറണത്. അങ്ങനെ ഇന്നിപ്പോൾ ഒരു സപ്ലി ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഒരു മാറ്റം എന്നിലുണ്ടെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. എന്നെ മാറ്റിയതിൽ കുറേ ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എനിക്ക് പിന്നെ എന്നെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന എനിക്ക് പെൺസുഹൃത്തുക്കളുണ്ട്, ആൺസുഹൃത്തുക്കളുണ്ട്, എൻ്റെ അധ്യാപകരുണ്ട്. ഒരു അധ്യാപകനെന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനെയും നമുക്ക് എടുത്തു പറയാൻ കഴിയില്ല എന്നുള്ള. കാരണം എല്ലാ അധ്യാപകരും എന്നെ വളരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോളേജിലെ പ്രിൻസിപ്പളായാലും വൈസ് പ്രിൻസിപ്പളായാലും അങ്ങനെ നമ്മളെ HOD ഒക്കെ അവരൊക്കെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സപ്പോർട്ട് കൊണ്ടും പിന്നെ നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഈ അവസരത്തിൽ എത്താൻ കഴിഞ്ഞത്. നമ്മൾ ഈ കൾച്ചറൽ ബ്ലെൻഡ് നടന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ക്ലാസ്സിൽ കൂടുതലും ജെൻസി പിള്ളേരാണ്. നിങ്ങൾ കുറച്ചുകൂടി പഴയ ആൾക്കാരാണ്. ഈ ബ്ലെൻഡ് അല്ലെങ്കിൽ ഈ ജനറേഷൻ ബ്ലെൻഡ് നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഫീൽ ചെയ്തുള്ളൂ? ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട്? അതായത് പൂക്കി ലോകത്തെ വൃദ്ധൻ എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത്. സത്യതാണ്, പൂക്കി ലോകത്തൊരു വൃദ്ധൻ തന്നെയാണ് ഞാൻ. നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം എൻ്റെ 2 കൈകളും പോക്കറ്റിലേക്ക് പോകും. പക്ഷേ പൂക്കികളെ ആക്ഷൻ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്കത് വരില്ല. നമ്മൾ 90s ഒരു ഇതാണ്. പക്ഷെ എന്നാലും പരമാവധിയൊക്കെ പോലെ കൂടെ നിൽക്കുക. പിന്നെ ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു മെച്ചൂർഡായൊരു പോയിന്റിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. 33 വയസ്സുള്ള സമയത്താണ് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഒരു മെച്ചൂർഡായ പോയിന്റിൽ നിന്ന് പിന്നെ ഒട്ടും മെച്ചൂർഡ് അല്ലാത്ത ഒരു സമൂഹത്തിൻ്റെ അടിക്ക് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് 17 വയസ്സ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന കുട്ടികൾക്കിടയിൽ ഞാൻ ഇറങ്ങുകയാണ്. അവർ മെച്ചൂർഡിലേക്ക് പോവുകയാണ്, ഞാൻ മെച്ചൂർഡിൽ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു മിശ്രിതം ഉണ്ട്. അത് നമുക്കിടയിലും പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ എന്തായാലും കോളേജിനെ സംബന്ധിച്ച് കോളേജിൻ്റെ എല്ലാ മുക്കും മൂലയും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ മനുഷ്യരുടെയും, അവിടുത്തെ ക്യാൻറ്റീനുള്ള ആളായാലും അവിടുത്തെ ക്ലീനിങ്ങിനുള്ള ആളായാലും പ്രിൻസിപ്പളായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും അവിടെ ആരൊക്കെയുണ്ടോ എല്ലാവരെയും ഞാൻ പിന്നെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ആരോടും സംസാരിക്കാതെ പോയിട്ടില്ല. എല്ലാവരെയും ആസ്വദിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ആകമാനം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള ഒരു പിന്നെ കയ്യൊപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളിലേക്കും സൗഹൃദത്തിന് വേണ്ടിയിട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളത് അത് വേറെ ചോദ്യത്തിനാണ്. പക്ഷേ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരെയും കൂടെ നിൽക്കാൻ. പക്ഷേ അവിടെ വായിച്ചതുപോലെ എല്ലാവരെയും ആളായവന് ആരുടെയും ആളാവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളെ കോഴ്സ് കഴിയാണ്, 5 വർഷം കഴിഞ്ഞു. എല്ലാ അക്കാഡമിക് കരിക്കുലമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് നമ്മൾ ഇനി ഈ കരിയറിലേക്ക് പ്രവേശിക്കണം. എന്താണ് പ്ലാൻ? എന്താണ് കരിയർ? പിന്നെ ഇപ്പോൾ തന്നെ ഞാൻ മഞ്ചേരിയിൽ ചില ഓഫീസൊക്കെ ചോദിച്ചു വെക്കുകയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കമിട്ടിട്ടുണ്ട്. ഓഫീസ് വരാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു ആശങ്ക എന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൂലിപ്പണിക്കാരനായി ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും, അതായത് 5 ദിവസത്തെ ക്ലാസ് റൂമാണ്. 5 ദിവസം ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിന് പോവുകയാണ്. 2 ദിവസം അതല്ലെങ്കിൽ ഒഴിവുള്ള ദിവസം ആണ് ഞാൻ പണിക്കിറങ്ങുന്നത്. അപ്പോൾ ഈ കിട്ടുന്നതിൽ നിന്നാണ് നമ്മളിതൊക്കെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിലുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ 5 ദിവസം പിന്നെ ക്ലാസ് എന്നുള്ളത് ഇനി 5 ദിവസം പിന്നെ വർക്ക്, 2 ദിവസം കോടതി എന്നതിലേക്കുള്ള ഒരു ആലോചനയാണ് ഇപ്പം എൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ ഞാൻ ഈ മേഖലയിൽ നിലയുറപ്പിക്കും. പിന്നെ മാത്രമല്ല ട്രെയിനിങ് മേഖലയിലേക്കും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടല്ലോ, അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാനിതിൽ പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഒരു 6 മാസത്തിൽ എന്ത് സംഭവിക്കുക എങ്ങനെയെന്നുള്ളതിൽ മാത്രമേ എൻ്റെ മുന്നിൽ ഒരു ആശങ്കയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിന്നെ നിലയുറപ്പിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കോളേജിൽ നിൽക്കുന്ന ഈ മലപ്പുറം നിങ്ങൾ നേറ്റീവ് പ്ലേസിൽ തന്നെയാണ്, ഈ പരിസരത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഈ ഈ കൾച്ചറിന് മലപ്പുറം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കൾച്ചറാണ്. അവിടെ ഒന്നും പരിചയമില്ലാത്ത, ഈ പരിസരങ്ങളൊന്നും പരിചയമില്ലാത്ത ഒരാളായിരിക്കും നിങ്ങൾ. കാരണം ഈ പറഞ്ഞ കൂലിപ്പണിക്കാരനാണ്, അതോടൊപ്പം ഒരു LLB സ്റ്റുഡൻ്റാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ പ്രദേശത്തെ ഈ സംവിധാനങ്ങൾ, ഇവിടെ ഒരു എമർജിങ് ടൗണാണ് മലപ്പുറം. ഒരുപാട് മാറ്റങ്ങൾ വരുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നു. ഈ സംവിധാനങ്ങളൊക്കെ പല വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ 5 വർഷത്തിനിടയിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതായത് പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാമ്പത്തിക പരാധീനത ഉള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ അടിയിലൂടെയാണ് ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്നത്. പഠനമായാലും ബാക്കി എല്ലാ കാര്യങ്ങളായാലും കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ഞാൻ ഈ മഹ്ദിൻ മസ്ജിദിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈ പ്രാരംഭഘട്ടത്തിൽ ഈ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിവിടെ തറാവി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ സ്ഥാപനമായിട്ടൊക്കെ നന്നായിട്ട് ബന്ധമുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്കൊരു പിന്നെ ഒരു സഹായം എന്നുള്ള നിലക്ക് ഈ മറ്റേ എന്താ പറയുക, നോമ്പ് കാലത്തുള്ള അത്താഴം, അതുപോലെ നോമ്പ് തുറക്കാൻ ആവശ്യമായ സംഗതിയും. ഈ എക്സാം ടൈമാണ് ഏകദേശമൊക്കെ നമുക്ക് ഈ നോമ്പ് കാലം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. കാരണം എക്സാം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാലത്ത് കുറേ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വർക്കിനും കാര്യങ്ങളൊന്നും പോവാതെ നമ്മൾ ഇവിടെ തന്നെ ഈ സുഹൃത്തുക്കളുടെ റൂമിൽ തന്നെ കൂടി അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ നോമ്പ് കാലം കഴിച്ചു കൂട്ടുന്നത്. ആ സമയത്ത് അത്താഴം പിന്നെ മഹ്ദിലുണ്ടായിരുന്നു. അത് വലിയൊരു സഹായമായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് സ്വീകരിക്കുകയും നന്നായിട്ട് ഭക്ഷണം നൽകുകയും പിന്നെ റാഹത്തല്ലേ എന്നുള്ള അവസാനത്തെ ഒരു ചോദ്യം അത് വല്ലാതെ എനിക്ക് തോന്നുന്നത് ഈ പരിസരങ്ങളിൽ നമ്മളെ കൂടെയുള്ള ഒരുപാട് സഹപാഠികളടക്കം ഈ പരിസരങ്ങളിലുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ കുട്ടികളൊക്കെ അതായത് ആ സമയത്ത് ഏതാണ്ടൊക്കെ ഈ പോളി അതുപോലെ ഏതാണ്ടൊക്കെ ഈ ഇവിടെ ഹോസ്റ്റലായിട്ട് നിൽക്കുന്ന എല്ലാ കുട്ടികളും മഹ്ദിൽക്കാണ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു 4 മണിൻ്റെ മുന്നേ അവിടുന്ന് പറയും, 4 മണിൻ്റെ മുന്നേ വരണട്ടോ എന്ന് സ്നേഹത്തോടെ പറയും. അപ്പോൾ നമ്മൾ പരമാവധി 4 മണിൻ്റെ മുന്നേ തന്നെ വരാൻ ശ്രമിക്കാറുമുണ്ട്. ഏകദേശമൊക്കെ കുട്ടികളൊക്കെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ മഹ്ദിൽ തന്നെയാണ് ഈ അത്താഴം കഴിക്കുന്നതും പിന്നെ നോമ്പ് തുറക്കുന്നതൊക്കെ. നല്ലൊരു സഹായമാണ്. നന്നായിട്ട് നമ്മളെ എല്ലാ നിലക്കും ഒരു സഹായമായിട്ട് കിട്ടിയതാണ് ആ ഒരു സംവിധാനം. അതായത് നോമ്പ് തുറക്കാനും പിന്നെ അത്താഴത്തിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുക എന്നുള്ളത്. ഇനിയും ഒരുപാട് കരിയർ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇനി ഒരുപാട് ഇടങ്ങളിലേക്ക് കയറി ചെല്ലാനും ഈ കഴിഞ്ഞുപോയ ഈ കാലം മുഴുവൻ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ അതായത് നമ്മളെ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മളെ സാഹചര്യമോ ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്ത് പറയുന്നോ അല്ലെങ്കിൽ ആരെന്ത് വിചാരിക്കുന്നോ എന്നൊന്നും വിചാരിച്ചിട്ട് നോക്കിയിട്ടൊന്നും നമ്മളെ സ്വപ്നത്തെ അടക്കി വെക്കേണ്ട കാര്യമില്ല. അതായത് നമുക്ക് അതായത് പരിമിതികളും പരാധീനങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. പക്ഷെ നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് ഏത് വിധേയും അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്താൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ മാതൃകയാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതേ ചുറ്റുപാടും ഇതേ സാഹചര്യമുള്ള ആളുകളെ നിങ്ങൾ നോക്കിയിട്ട് പിന്നെ അത്തരത്തിൽ നിങ്ങളെ സ്വപ്നത്തെ നിങ്ങൾ പൂവണിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അബ്ബാസ്ക്ക നമുക്കൊരു വലിയ മാതൃകയാണ്. എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നലിൽ നിന്ന് ഒരു ഫയർ കിട്ടുകയും ആ തീ ഉള്ളിൽ കൊണ്ട് നടന്ന് അതിന് വേണ്ടതെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു വലിയ സ്വപ്നത്തെ തൊടാനുള്ള തുടക്കത്തിലാണ്, അതിൻ്റെ ആരംഭത്തിലാണ്.
ഭാസ്ക അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മാദിന അപ്ഡേറ്റ്സിനോടൊപ്പം സംസാരിച്ചതിന് എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു.